അസ്സലാമു അലൈക്കും. സൗദിയിലെ സെയിൽസ് മാർക്കറ്റിംഗ് മേഖലയിൽ പുതിയ സൗദിവൽക്കരണം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പ്രവാസികളെ കാര്യമായി ബാധിക്കുന്ന നിയമമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഏതൊക്കെ തസ്തികകളിലാണ് ഇത് ബാധകമാകുക എന്ന് ചോദിച്ചുകൊണ്ട് പലരും ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പ്രവാസികളെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പ്രൊഫഷനൊക്കെ മാറുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ആദ്യമായി ഉണർത്താനുള്ളത്. മാർക്കറ്റിംഗ് സെയിൽസ് മേഖലകളിലാണ് ഇപ്പോൾ പുതിയ സൗദിവൽക്കരണം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 20 തസ്തികകളിലാണ് ഇത് ബാധകമാകുക. 2026 ഏപ്രിൽ 19 മുതൽ ഇത് നിലവിൽ വന്നു. 3 അതിലധികമോ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. ഈ സ്ഥാപനങ്ങളിൽ ഈ മേഖലയിൽ പറയപ്പെടുന്ന മേഖലകളിൽ തസ്തികകളിൽ 60% സൗദികൾ ആയിരിക്കണം എന്നാണ് പുതിയ നിയമം പറയുന്നത്. പ്രവാസികളെ കാര്യമായിട്ട് ഇത് ബാധിക്കും. നിരവധി പ്രവാസികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്നത് കുറഞ്ഞത് 5500 റിയാൽ സൗദികൾക്ക് ശമ്പളം നൽകണം എന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ ഒരു സൗദി ജീവനക്കാരനായി നിതാക്കാത്തിൽ പരിഗണിക്കില്ല എന്നും പറയുന്നുണ്ട്. ഇനി ആ തസ്തികകളിലേക്ക് വരാം. ഈ മാർക്കറ്റിംഗ് മേഖലയിലെ തസ്തികകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മാർക്കറ്റിംഗ് മാനേജർ, അഡ്വർടൈസിംഗ് ഏജന്റ്, അഡ്വർടൈസിംഗ് മാനേജർ, ഗ്രാഫിക് ഡിസൈനർ, പരസ്യ ഡിസൈനർ, PR സ്പെഷ്യലിസ്റ്റ്, അഡ്വർടൈസിംഗ് സ്പെഷ്യലിസ്റ്റ്, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, PR മാനേജർ, ഫോട്ടോഗ്രാഫർ. ഇതാണ് ഈ മാർക്കറ്റിംഗ് മേഖലയിലെ തസ്തികകൾ. ഇനി സെയിൽസ് മേഖലയിലെ തസ്തികകൾ സെയിൽസ് മാനേജർ, റീറ്റെയിൽ സെയിൽസ്മാൻ, ഹോൾസെയിൽ സെയിൽസ്മാൻ, സെയിൽസ് റെപ്രസെന്റേറ്റീവ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, കൊമേഴ്ഷ്യൽ സ്പെഷ്യലിസ്റ്റ്, കമ്മോഡിറ്റി ബ്രോക്കർ. ഇതാണ് ഇപ്പോൾ 60% സൗദിവൽക്കരണം വന്ന തസ്തികകൾ. ഈ തസ്തികകളിലേക്കൊക്കെ ഇനി നമ്മളൊക്കെ പ്രൊഫഷൻ മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഈ വിസ എടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്.